സ്വാമി സന്ദീപാനന്ദഗിരി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഹസ്രത്ത് ഇനായത്ത് ഖാൻ്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ് സന്ദീപാനന്ദഗിരി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അത് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണെന്ന് നിസ്സംശയം പറയാം. ആ ചെറിയ കുറിപ്പ് ഇങ്ങനെയാണ്: ഒരുവൻ്റെ കൊള്ളരുതായ്മയെ ജനം തിരിച്ചറിയുമ്പോൾ മതം കൊണ്ട് രക്ഷാകവചം തീർക്കുന്നവനാരോ അവൻ വെറുപ്പിൻ്റെ വിളവെടുപ്പിനെ കാക്കുന്നവനാണെന്നറിയുക. ഹസ്രത്ത് ഇനായത്ത് ഖാൻ്റെ ഈ വാചകം പങ്കുവെച്ചുകൊണ്ട് ഈ ഫോട്ടോയോടൊപ്പമാണ് അദ്ദേഹം ഈ കുറിപ്പിട്ടിട്ടുള്ളത്. ആ വാചകത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഒരുവൻ്റെ കൊള്ളരുതായ്മയെ ജനം തിരിച്ചറിയുമ്പോൾ, വ്യക്തമാണല്ലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മോശം പ്രവർത്തനം ജനം തിരിച്ചറിയുമ്പോൾ മതം കൊണ്ട് രക്ഷാകവചം തീർക്കുന്നവനാരോ അവൻ വെറുപ്പിൻ്റെ വിളവെടുപ്പിനെ കാക്കുന്നവനാണെന്നറിയുക. മതം കൊണ്ട് ഏതെങ്കിലും മോശപ്പെട്ട കാര്യത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ വെറുപ്പിൻ്റെ വിളവെടുപ്പ് കാക്കുന്നവനാണെന്ന് തിരിച്ചറിയണം. ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ വിഷയത്തിലും മതമാണ് ഒരു കവചമാക്കി മാറ്റുന്നത്. പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ അവിടെ മതവും ന്യൂനപക്ഷവും ഒക്കെ ചർച്ചയാക്കുന്നത് എങ്ങനെയാണ്? അതിനെ മനഃപൂർവ്വം പിന്താങ്ങാനായിട്ട് വലിയൊരു വിഭാഗവും രംഗത്തേക്ക് വരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു പരിഷ്കൃത കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് ഊറ്റം കൊള്ളുന്നവരാണ്. ആ സന്ദർഭത്തിലാണ് സ്വന്തം ചെയ്തികൾ നടക്കാതെ വരുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നവരെയെല്ലാം പ്രത്യേക ചാപ്പ കുത്തുക, അവരെ RSS വൽക്കരിക്കുക, എന്നിട്ട് സ്വയം മതേതരനാകുക. ആ മതേതരനായി നിലകൊള്ളാനായിട്ട് താൻ 5 നേരം നിസ്കരിക്കുന്നവനും ഇസ്ലാമാണെന്ന് ആവേശപൂർവ്വം വിളിച്ചു പറയുക. അതാണോ മതേതരത്വം? അവിടെയാണ് സന്ദീപാനന്ദഗിരിയുടെ ഈ വരികൾ ഏറെ പ്രസക്തമാകുന്നത്. ചില കാപട്യങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുമ്പോൾ അവർ ആ കാപട്യത്തെ മറയ്ക്കാൻ പലർക്കും വികാരമായിട്ടുള്ള മതത്തെ എടുത്ത് മറയാക്കുന്നുണ്ടെങ്കിൽ അത് ഏത് കുഴിമന്തി ഇക്കയായാലും ഹീസ് റോങ് എന്ന് സമൂഹം പറയേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ചർച്ചയാക്കുന്നത് പ്രസക്തമായ വിഷയമാണ്. നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തവരെ കൊണ്ടുവന്ന് മഹത്വവൽക്കരിച്ചുകൊണ്ട് അത് തടയിടാൻ ശ്രമിക്കുന്നവരെല്ലാം പ്രത്യേക ചാപ്പ കുത്തി കൊടുത്തതിന് ശേഷം പ്രത്യേക മതക്കാരനായതുകൊണ്ട് ഞാൻ വേട്ടയാടപ്പെടുന്നേ, ഞാൻ തള്ളിക്കളയുന്നേ എന്ന് നിലവിളിക്കുന്നത് ആ മതത്തെ മറയാക്കിക്കൊണ്ട് മറ്റ് ചിലതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ധ്വനി ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ശക്തമായി പ്രചരിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് എല്ലാ അമ്പൂക്കന്മാരും തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും.